ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ഓവൻ ഇല്ലാണ്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുവാണെങ്കിലും ആദ്യം നമുക്ക് കേക്കിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്, 4 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ബട്ടർ സ്പ്രെഡ് ചെയ്യാം, പക്ഷേ ഓയിലാണ് നല്ലത്, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ ടിന്നിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എല്ലാ സൈഡിലും മൈദപ്പൊടി ആവുന്ന രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മൈദപ്പൊടി നമ്മൾ കളയണം കേട്ടോ, തട്ടിക്കളയണേ. ഒട്ടും തന്നെ മൈദപ്പൊടി അതിൽ കാണാൻ പാടില്ല. ഇനി നമ്മളിതിനകത്തൊരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് പേപ്പറും അതുപോലെ സാൻഡ്വിച്ച് പേപ്പറൊക്കെ ഡിഫറെൻ്റ് ആട്ടോ. അപ്പോൾ ബേക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും, പാർച്ച്മെൻറ്റ് പേപ്പർ എന്നും പറയും. പലരും ഇങ്ങനെ ടിന്ന് റെഡിയാക്കുന്നത് പലരും പല രീതിയിലായിരിക്കും. ഞാനിങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഈ ടിന്ന് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്കിപ്പം ആ ഒരു മാർക്ക് കണ്ടല്ലോ, ആ ഒരു മാർക്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ആ മാർക്കിൻ്റെ കറക്റ്റ് ഇതിൽ കട്ട് ചെയ്യുന്നില്ല, കുറച്ച് അകത്തേക്ക് കട്ട് ചെയ്യുന്നു. കാരണം കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പേപ്പർ കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുമല്ലോ. അപ്പം കുറച്ച് അകത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ഈ ബേക്കിംഗ് പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അടിഭാഗം അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് ഒട്ടിപ്പിടിക്കും, ചില സമയത്ത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ പലർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്. ഇതിപ്പം 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് വേണം മൈദപ്പൊടി എടുക്കാൻ. അപ്പോൾ ഒരുപാട് പൊടി ഇപ്പോൾ പുറത്തേക്ക് പോയില്ലേ. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റിൽ കുറച്ച് ഡിഫറൻസ് വരുത്തുമ്പം ആ കേക്കിൻ്റെ ആ സോഫ്റ്റ്നെസ്സിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു കേക്കിലോട്ട് 1.5 കപ്പ്. 1 കപ്പിൽ ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തു, പിന്നെ 1/2 കപ്പും ലെവൽ ചെയ്തെടുത്തു. ഇനി അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മൾ ലെവൽ ചെയ്യുമ്പം ഒരുപാട് ഡിഫറൻസ് വരും കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഇതിൽ. അപ്പം എപ്പോഴും ലെവൽ ചെയ്തിട്ട് വേണം എല്ലാതും എടുക്കാൻ, പൊടികളൊക്കെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലോർ മിക്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചിട്ട് അവിടെ ഒരു ബൗളിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ 1.5 കപ്പാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. മെഷർമെൻറ്റ്സ് വിട്ടു പോകണ്ട, ലെവൽ ചെയ്തിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അരിപ്പയിലൂടെ അരിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മൈദപ്പൊടിയിൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഞാൻ പീൽ ചെയ്തിട്ട് ഇതുപോലെ 3 എടുത്തിട്ടുണ്ട്. 3 അത് ഓരോ നമ്മളെടുക്കുന്ന ക്യാരറ്റിൻ്റെ സൈസും വലുപ്പമൊക്കെ അനുസരിച്ചിരിക്കും. ഇതിപ്പം തിന്നായിട്ടുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളത്. 3 എടുത്തിട്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. തൊലി കളഞ്ഞിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ 2 ക്യാരറ്റ് മതിയായിരിക്കും നമുക്ക് 1 കപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്തത് ക്യാരറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് പേസ്റ്റ് ഒന്നും ആക്കണ്ട കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. നല്ല പൊടിയായിട്ടാണ് വേണ്ടത് കേട്ടോ. വല്ലാണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും എടുക്കണ്ട, ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം 1 കപ്പുണ്ട്. ഞാനൊരു കപ്പിൻ്റെ 250 ml ഒരു കപ്പിലോട്ട് ഇട്ടെടുത്തപ്പം 1 കപ്പുണ്ട് കേട്ടോ.
അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അതുപോലെ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. അത് കോമൺ ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 3 വലിയ മുട്ട എടുത്തിട്ടുള്ളത്, ചെറുതല്ല വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും, പിന്നെ ഒരു സ്ലൈറ്റ് യെല്ലോയിൽ വരും, പിന്നെ അത് നല്ല വൈറ്റ് കളറിൽ വരും. അപ്പോൾ വൈറ്റ് കളർ വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത ശേഷം 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര 1/4 കപ്പ് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരത്തിൽ കേക്ക് വേണമെന്നാണെങ്കിൽ 1 കപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു 1/4 കപ്പ് ധാരാളമാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം വൈറ്റ് കളർ വരുന്നവരെ നല്ലോണം പതപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ബ്ലെൻഡറിൽ നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ആക്കിയാൽ മതിയോ എന്നൊക്കെ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് വരാറുണ്ട് കേക്കിൽ. അപ്പോൾ അങ്ങനെ എത്രത്തോളം കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ചെയ്താൽ റെഡി ആവും, പക്ഷേ അത് ഇത്രയും പെർഫെക്റ്റ്നെസ് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ അങ്ങനെ വൈറ്റ് കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിനായിട്ട്, കേക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ മുട്ടയുടെ ആ ഒരു മണം പോയി കിട്ടും. രണ്ടാമത് നമ്മൾ ഈ ക്യാരറ്റ് കേക്കിൻ്റെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലോട്ട് 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓയിൽ ചേർത്ത ശേഷം. ഇനി നമുക്ക് ഈ ഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ കുത്തി കലക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു ബാറ്റർ. കാരണം മുട്ട നമ്മൾ മിക്സ് ചെയ്ത ശേഷം നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് വല്ലാണ്ട് ഡിസ്റ്റർബ് ആവാണ്ട് കുറേശ്ശെ പൊടിയിട്ടിട്ട് നന്നായിട്ട് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാത്തത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. ഒരുപാട് നേരം ഫോൾഡ് ചെയ്യണ്ട. ഞാൻ കുറേ മുമ്പ് ഈ കേക്കിൻ്റെ ക്ലാസ്സിന് 1-2 കേക്കിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് കിട്ടിയ റെസിപ്പി ആയിട്ട് അത് ക്യാരറ്റ് കേക്കിൻ്റെ കോമൺ ആയിട്ട് കേക്കിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ കേക്കിൻ്റെ റെസിപ്പി അതൊക്കെ തരുന്ന റെസിപ്പി കോമൺ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സിന്നമൺ പൗഡർ അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് ഈ ഒരു ടേസ്റ്റ് മതി. അതിനാണ് ഓറഞ്ച് ജ്യൂസ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു കുത്തുന്ന ഫ്ലേവർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ 1 കപ്പ് ക്യാരറ്റ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ ഡിറക്ഷനിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫോൾഡ് ആൻഡ് കട്ട് എന്ന് പറയും. ഇങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട്. എല്ലാം കൂടി ഇങ്ങനെ കുത്തി കലക്കരുത് കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല. പിന്നെ കേക്കിൻ്റെ ടിന്ന് ഞാൻ എടുത്തത് കുറച്ച് ചെറുതായിപ്പോയി. എൻ്റെ ശരിക്കുള്ള ടിന്ന് ഞാൻ കുറേ ഇവിടെ തപ്പി നോക്കി, കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടിന്ന് എടുത്തത്. ഇപ്പോൾ കണ്ടോ, കേക്കിൻ്റെ ബാറ്റർ കുറച്ചുകൂടെ 1/4 ഭാഗത്തോളം വന്ന് 1/2 ഭാഗത്തോളം വരാൻ പാടുള്ളൂ, എന്നാലേ കേക്കിനത് പൊങ്ങാനുള്ളൊരു സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ടിന്ന് കുറച്ച് ചെറുതാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ ടിന്ന് എടുക്കാം കേട്ടോ. ഇനി കേക്കിൻ്റെ ടിന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പം എയർ ബബിൾസൊക്കെ പോയി കിട്ടും. നമ്മളിപ്പോൾ ഇത് ഓവൺ ഇല്ലാണ്ടാണ് കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഓവണിലാണ് നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ 150 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റിനകത്തൊക്കെ റെഡിയായി കിട്ടും. അതൊക്കെ ഓരോ ഓവണിനും വെച്ചിട്ട് മാറ്റം വരും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓവൺ ഇല്ലാണ്ട് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെമ്പട്ടി ആയാലും അലുമിനിയത്തിൻ്റെ ചെമ്പട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടാക്കാൻ വെച്ചിട്ട് അടപ്പ് വേണം കേട്ടോ. അടപ്പുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലൊരു എന്തെങ്കിലും തരിക വെക്കുക. തരികയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എല്ലാ വശവും ഒരേപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ചെറിയ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തരിക ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്കിൻ്റെ ടിന്ന് വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കേണ്ട, എന്നാൽ വളരെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ എനിക്ക് വന്ന സമയം ഒരു 55 മിനിറ്റാണ്. കാരണം ഈ ഒരു ടിന്ന് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റിൽ അത് കുക്കായി കിട്ടാൻ 55 മിനിറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെടുക്കുന്ന ടിന്നിനനുസരിച്ചിരിക്കും ഇതിൻ്റെ സമയം. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ ഒരു 40-45 മിനിറ്റിനകത്തൊക്കെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. എങ്ങനെയായാലും 40 മിനിറ്റ് എങ്ങനെയായാലും പിടിക്കും ഓവൺ ഇല്ലാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ അതാ നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ രാത്രിയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാനത് പുറത്തേക്ക് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും കേക്കൊക്കെ കട്ട് ചെയ്യുമ്പം നല്ല ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.